CPM സംസ്ഥാന സമ്മേളനം 6-ാം തീയതി കൊല്ലത്ത് നടക്കുകയാണ്. കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നൽകി CPMന്റെ സമ്മേളനത്തിന് വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അവരെടുത്ത രാഷ്ട്രീയവും സംഘടനാപരവുമായ നിലപാടുകൾ പരിശോധിക്കുകയായിരിക്കും സമ്മേളനം ചെയ്യുന്നത്. CPM ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. സംഘടനാപരമായി 75 വയസ്സിന് കഴിഞ്ഞ ആളുകൾക്ക് 75 വയസ്സ് കഴിഞ്ഞ ആളുകളെ പാർട്ടി ചുമതലകളിൽ നിന്ന് ഒഴിവാക്കുമെന്നുള്ളതായിരുന്നു. അപ്പൊ അതനുസരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് AK ബാലൻ, PK ശ്രീമതി, ആനാവൂർ നാഗപ്പൻ തുടങ്ങിയ ആളുകൾ ഒഴിവാകുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 75 വയസ്സ് കഴിയാൻ പോകുന്ന LDF കൺവീനർ TP രാമകൃഷ്ണൻ, തൊട്ടു മുമ്പ് LDF കൺവീനർ ആയിരുന്ന EP ജയരാജൻ എന്നീ ആളുകളും ഒഴിവാകും എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം CPM വളരെ വ്യക്തമായിട്ട് അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് 75 വയസ്സ് എന്നുള്ള ഒരു വയസ്സിന്റെ പ്രായപരിധി അത് പാർട്ടി നേതാക്കൾക്കൊക്കെ നടപ്പിലാക്കുന്ന സമയത്ത് പിണറായി വിജയന് ഇളവ് നൽകുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പൊ അതിന്റെ അർത്ഥം അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയനെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും CPM തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. വീണ്ടും പിണറായി എന്ന ഒരു മുദ്രാവാക്യം, ആ ഒരു മുദ്രാവാക്യമായിട്ടാണ് CPM തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ ഒരു ഭാഗത്ത് CPM യുവരക്തങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് കാര്യമായി പരിഗണിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം 75 വയസ്സ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം, 75 വയസ്സ് കഴിഞ്ഞ ആളുകളെ ഒഴിവാക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം CPMന് യുവാക്കളെ കൂടുതൽ പാർട്ടി നേതൃത്വത്തിൽ കൊണ്ടുവരും എന്ന് പറയാൻ കഴിയില്ല. കാരണം ജില്ലാ സെക്രട്ടറിമാരിലൊക്കെ തന്നെ ഏതാണ്ട് 50-60 വയസ്സ് കഴിഞ്ഞ ആളുകൾ മാത്രമാണ് ജില്ലാ സെക്രട്ടറിയും അതുപോലത്തെയുള്ള മേൽഘടകങ്ങളിലൊക്കെ ഉള്ളത്. ചില ഇപ്പോൾ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരും എന്ന് പറയുന്ന യുവ നേതാക്കൾ പലരും തന്നെ മറ്റുള്ളവരെ അപേക്ഷിച്ച് യുവാക്കളാണെങ്കിലും താരതമ്യേന യുവാക്കളാണെന്ന് പറയാൻ കഴിയുകയില്ല. നേരത്തെയൊക്കെ അവർ വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏതാണ്ട് വൃദ്ധരായിട്ടുള്ള നേതാക്കന്മാരെ തന്നെയാണ് ഇപ്പോഴും പാർട്ടിയിലുള്ളത്. മുമ്പൊക്കെ CPMന്റെ ജില്ലാ സെക്രട്ടറിമാർ ദശകങ്ങളായിട്ട് ആ തസ്തികയിൽ ഇരുന്ന ആളുകളാണ്. പക്ഷെ ഇപ്പം അതിന് 3 ടേം എന്നൊരു പരിധി അവർ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും തന്നെ പിണറായി വിജയനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ തന്നെ CPMന്റെ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളെയും അവർ മാറ്റി. പക്ഷെ മുഖ്യമന്ത്രി മാത്രം നിലനിർത്തി. തികച്ചും ജൂനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പുതുമുഖങ്ങളെ വെച്ചിട്ടാണ് ഒരു പുതിയ മന്ത്രിസഭ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഏതായാലും CPMനകത്ത് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഒരു പൊളിച്ചെഴുത്ത്, അതായത് വയസ്സിന്റെ കാര്യത്തിലെങ്കിലും ഒരു പൊളിച്ചെഴുത്ത്, ഒരു പുതിയ തലമുറയെ കൊണ്ടുവരും എന്നാണ് CPM പറയുന്നത്. പക്ഷെ അതൊരു പുതിയ നേതൃത്വത്തെ കൂടി മുൻനിർത്തി ആയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി നേട്ടമുണ്ടായേനെ. കാരണം ഇന്ന് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഭരണത്തിന്റെ തകർച്ച തന്നെയാണ്. അല്ലെങ്കിൽ അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും, ക്രമസമാധാന പാലനത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ദുർഭരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും, എന്തുകൊണ്ടാണെങ്കിലും പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു വികാരം ഇന്ന് കേരളത്തിലുണ്ട്. ആ വികാരം കൊണ്ട് മാത്രമാണ് ഇനി അഥവാ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് വരാൻ പോകുന്നത്. പക്ഷെ പിണറായി വിജയന്റെ നേട്ടമെടുത്ത് പ്രത്യേകിച്ച് CPMന് പറയാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ മുഖത്തെ പരീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പുതിയ മുഖത്തെ ജനങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് താരതമ്യേന പ്രായക്കുറവുള്ളൊരു നേതൃത്വത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് CPMന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെങ്കിൽ കുറച്ചൊക്കെ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ പിണറായി വിജയനെ തന്നെ മുൻനിർത്തിയാണ് CPM തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളത് അവർക്ക് തിരിച്ചടിയെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് പൊതുവെ വിലയിരുത്തൽ. കാരണം ഇപ്പോൾ തന്നെ CPMന് അവരുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളായിരുന്ന ബംഗാളും ത്രിപുരയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി കേരളം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇപ്പം കേരളത്തിൽ പിണറായി വിജയന്റെ ഒരു അധീശത്വമാണ്, അല്ലെങ്കിൽ ഏകാധിപത്യമാണ് നടക്കുന്നത്. കാരണം നേരത്തെ VS അച്യുതാനന്ദനൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ദീർഘകാലം കർഷക സംഘം സെക്രട്ടറിയും അതിനുശേഷം പാർട്ടി സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗവും ഒക്കെ ആയിരുന്ന ആളാണ് VS അച്യുതാനന്ദൻ. പക്ഷെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പോലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടിക്ക് ആ ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് സ്ഥിതിഗതികൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പാർട്ടിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് ഏറ്റവും ദുർബലനായ സെക്രട്ടറിയാണ്. പാർട്ടിയിൽ വലിയ അധീശത്വമില്ലാത്ത സെക്രട്ടറിയാണ്. പിണറായി വിജയന് നേരെ തലയുയർത്താൻ അല്ലെങ്കിൽ വിരലുയർത്താൻ കഴിയുന്ന ഒരു നേതാവല്ല MV ഗോവിന്ദൻ.
പൂർണ്ണമായിട്ടും പിണറായി വിജയന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയ ഒരു CPM-നെയാണ് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ CPM-ന്റെ സംഘടനാ ശക്തികൾ മുഴുവൻ പ്രയോഗിച്ച് പുതിയൊരു നേതൃത്വത്തെ വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ ഒരുപക്ഷെ CPM-ന് ഭരണം നിലനിർത്താൻ കഴിയുമായിരിക്കും. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ പിണറായി വിജയൻ വേണോ ഭരണം വേണോ എന്നൊരു ചോദ്യം ഉന്നയിച്ചാൽ പിണറായി വിജയൻ മതി എന്ന് നേതൃത്വത്തെ കൊണ്ട് അല്ലെങ്കിൽ അണികളെ കൊണ്ട് പാർട്ടി ഘടകത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു മേധാശക്തി എന്ന് പിണറായി വിജയൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭരണം CPM-നെ നിലനിർത്തണമെങ്കിൽ പിണറായി വിജയനെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അത് CPM-ലെ അണികൾക്കും അറിയാം, നേതൃത്വത്തിനും അറിയാം. പക്ഷേ ആ ഒരു നേതൃത്വം, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം സംസ്ഥാന നേതൃത്വം പൂർണ്ണമായിട്ടും പിണറായി വിജയന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് പിണറായി വിജയനെ മുൻനിർത്തി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ, കാരണം 75 വയസ്സ് എന്നുള്ള സംഘടനാപരമായ ചട്ടക്കൂടുകൾ പിണറായി വിജയന് വേണ്ടി മാത്രം ഒഴിവാക്കിക്കൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ അത് വിജയിക്കാൻ പോകുന്നില്ല എന്ന് പാർട്ടിയിലെ പലർക്കും അറിയാം. പക്ഷേ പിണറായി വിജയനെ അത് ബോധ്യപ്പെടുത്താൻ CPM-ലെ കഴിയുന്ന ഒരു നേതാവ് പോലും, തൻ്റെ ഇടത്തോടുകൂടി അക്കാര്യം പറയാവുന്ന ഒരു നേതാവ് പോലും ഇന്ന് CPM-ൽ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത.